മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ വന്നൊരു സന്ദേശം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിപ്രകാരമായിരുന്നു: പലതും പാതി വഴിയിൽ കിട്ടുന്നതും പലതും പാതി വഴിയിൽ നഷ്ടപ്പെടുന്നതുമായ യാത്രയാണ് ജീവിതം. സ്നേഹം, ചതി, വഞ്ചന, സമ്പത്ത്, അധികാരം എല്ലാം അതിനിടയിൽ കിട്ടിയതും പോയതുമാണ്. എങ്കിലും ഒരിക്കലും കളഞ്ഞു പോകാത്ത ഒന്നുണ്ട്, അതാണ് മനസ്സാക്ഷി. എത്രയോ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദേശം. കുറച്ച് നാളുകളായി നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ഇവരാരും മനുഷ്യരല്ലേ എന്ന് തോന്നിപ്പോകും. മനസ്സാക്ഷി ലെവലേശം ഇല്ലാത്ത പ്രവർത്തികൾ. അതിൽ ഒന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്ന മനുഷ്യത്വരഹിതമായ സംഭവം. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിലെ വർഗീയവാദികളും അവർക്കൊത്താശ പാടുന്ന പോലീസും 2 സിസ്റ്റേഴ്സിനെ ജയിലിലടച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കത്തോലിക്ക മിഷണറിമാരുടെ സേവന സന്നദ്ധത കൊണ്ട് ആ നാടിനും അവിടുത്തെ ജനതയ്ക്കും ഉണ്ടായിട്ടുള്ള നന്മകളെയും പുരോഗതിയെയും ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി അവരോട് കാണിക്കയില്ലായിരുന്നു. ഉത്തരേന്ത്യയിൽ മതപരിവർത്തനം എന്ന ആരോപണം ഉന്നയിച്ച് കത്തോലിക്ക വിശ്വാസത്തിനും മിഷണറിമാർക്കും നേരെ കാലാകാലങ്ങളായി തുടരുന്ന വേട്ടയ്ക്ക് സർക്കാരുകൾ കൂട്ടുനിൽക്കുന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഛത്തീസ്ഗഡ് സംഭവം. ഒന്നുകിൽ ഭരിക്കുന്നവർക്ക് മനസ്സാക്ഷി ഉണ്ടാവണം, അല്ലെങ്കിൽ അവരെ അധികാരത്തിലെത്തിക്കുന്നവരുടെ മനസ്സാക്ഷി ഉണരണം. ഇത് രണ്ടുമില്ലെങ്കിൽ ഈ നാടകം ഇനിയും നമ്മുടെ രാജ്യത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, നല്ലൊരു മനസ്സാക്ഷി എങ്ങനെ രൂപപ്പെടുത്തണമെന്നും അതുവഴി എങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാമെന്നും സഭാമക്കളെ പഠിപ്പിച്ച നല്ലൊരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ്റെ തിരുനാളാണ് ഓഗസ്റ്റ് മാസം 1-ാം തീയതി തിരുസഭയിൽ ആഘോഷിക്കപ്പെടുന്നത്. വിശുദ്ധ അൽഫോൻസസ് മരിയ ഡി ലിഗോരി പുണ്യവാന്റെ തിരുനാൾ. ദിവ്യരക്ഷക സഭയുടെ റിഡംപ്റ്ററിസ്റ്റ് ഫാദേഴ്സിന്റെ സ്ഥാപക പിതാവ്. സന്മാർഗ ശാസ്ത്രജ്ഞരുടെയും കുമ്പസാരക്കാരുടെയും സ്വർഗീയ മധ്യസ്ഥനും വേദപാരംഗതനുമായി തിരുസഭ ഈ വിശുദ്ധനെ വണങ്ങുന്നു. ആരായിരുന്നു വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പുണ്യവാൻ? 1696 സെപ്റ്റംബർ 27 ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന സ്ഥലത്ത് രാജീയ കപ്പലുകളുടെ കപ്പിത്താനും പ്രഭുവുമായ ഡോൺ ജോസഫിൻ്റെയും ഡോണ അന്നയുടെയും 8 മക്കളിൽ മൂത്ത മകനായി അദ്ദേഹം ജനിച്ചു. പഠനത്തിലും വിവിധ കലകളിലും സംഗീതത്തിലും അനവധി ഭാഷകളിലുമെല്ലാം അതീവ നൈപുണ്യം കാണിച്ച അൽഫോൻസസിൻ്റെ ജീവിത സ്വപ്നങ്ങൾക്ക് ആകാശമായിരുന്നു അതിര്. 16-ാമത്തെ വയസ്സിൽ ഈ കൊച്ചുമിടുക്കൻ സഭാ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് എടുത്തു. അങ്ങനെ ഈ പ്രഭുകുമാരൻ തൻ്റെ 18-ാമത്തെ വയസ്സിൽ കോടതിയിൽ വക്കീൽ ജീവിതം ആരംഭിച്ചു. തൻ്റെ വക്കീൽ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ സത്യസന്ധതയെയും ആത്മാർത്ഥതയെയും സംബന്ധിക്കുന്ന നിഷ്ഠകൾ തനിക്കായി എഴുതിയുണ്ടാക്കുകയും കർശനമായി അത് പഠിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ നൽകിയിരുന്ന ആത്മീയ പരിശീലനം മൂലം ജീവിത മൂല്യങ്ങളെ വിലമതിക്കാൻ അൽഫോൻസസ് പഠിച്ചു. ഇത്തരം മൂല്യങ്ങളും കൂടെ ബൗദ്ധികമായ കൃത്യതയും വാദപ്രതിവാദത്തിൽ പ്രാഗൽഭ്യം മൂലം ചുരുങ്ങിയ നാളിനുള്ളിൽ അദ്ദേഹം നേപ്പിൾസിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലായി പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി. അദ്ദേഹത്തിൻ്റെ നീണ്ട 8 വർഷത്തെ വക്കീൽ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം വാദിച്ച കേസുകൾ കോടതിയിൽ പരാജയപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതഗതി തന്നെ മാറ്റിമറിച്ച അവസാനത്തേതൊഴികെ. പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനും ധനാഢ്യനുമായ വേറൊരു വ്യക്തിയും തമ്മിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു എസ്റ്റേറ്റ് ഉടമസ്ഥതയെ സംബന്ധിച്ച കേസിൽ 2ാമത്തെ വ്യക്തിക്കു വേണ്ടി വാദിച്ചത് അൽഫോൻസസ് ആയിരുന്നു. സത്യവും ന്യായവുമായ അവകാശം തൻ്റെ കക്ഷിക്കാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന അൽഫോൻസസ് ആ കേസിൽ പരാജയപ്പെട്ടു. നിയമത്തെ സംബന്ധിക്കുന്ന അവ്യക്തത മൂലം
കേസ് അവലോകനം ചെയ്തതിൽ അൽഫോൺസസിന് പറ്റിയ അബദ്ധമാണ് പരാജയത്തിൽ കലാശിച്ചതെന്ന് ചില ചരിത്രകാരന്മാർ സമർത്ഥിക്കുമ്പോൾ, മറ്റ് ചരിത്രകാരന്മാർ അന്ന് കോടതിയിൽ നടമാടിയിരുന്ന അഴിമതിയുടെ ബലിയാടായി മാറിയതിൻ്റെ വേദനയിൽ അദ്ദേഹം വക്കീൽ ജീവിതം ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞു വയ്ക്കുന്നു. യാഥാർത്ഥ്യം ഏതുമായിക്കൊള്ളട്ടെ, കപടത നിറഞ്ഞ കോടതി ഇനി ഒരിക്കലും നീ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെയാണ് അൽഫോൺസസ് കോടതി വിട്ടിറങ്ങിയത്. 1723 ജൂലൈ മാസത്തിലെ ഈ സംഭവം സഭാചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതപ്പെട്ടൊന്നായിരുന്നു. കോടതിയോട് വിട പറഞ്ഞ് വീട്ടിലെത്തിയ അദ്ദേഹം 3 ദിവസത്തേക്ക് യാതൊന്നും കഴിക്കാതെ ഏകാന്തതയിൽ ചിലവഴിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം പുറത്തേക്കിറങ്ങിയത്. ഈ ലോകത്തിൻ്റെ വ്യർത്ഥതകളെ വെടിഞ്ഞ് ദൈവത്തിന് മാത്രമായി ആത്മാർപ്പണം ചെയ്യാനുള്ള ഒരു ആഹ്വാനം ഉള്ളിൽ നിന്ന് ലഭിക്കുന്നതായി അനുഭവപ്പെട്ട അൽഫോൺസസ് ദീർഘനേരം പ്രാർത്ഥനയിൽ ചിലവഴിക്കാനും ബാക്കി സമയം ആതുര സേവനത്തിന്, പ്രത്യേകിച്ച് ആരോരും ശുശ്രൂഷിക്കാനില്ലാത്ത മാറാരോഗികളുടെ ആശുപത്രിയിൽ വന്ന് അവരെ ശുശ്രൂഷിക്കാനും തുടങ്ങി. തുടർന്നുള്ള ഏതാനും ദിവസത്തെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിന് ശേഷം താൻ പുരോഹിതനായി കർത്തൃ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി നേപ്പിൾസ് രൂപതയിൽ ചേർന്ന് 1726 ഡിസംബർ 21 അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചു. തുടർന്നുള്ള തൻ്റെ ശുശ്രൂഷകൾക്ക് ഇടയിൽ നേപ്പിൾസിലെ മലഞ്ചെരിവുകളിൽ ആത്മീയമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്നവരോടും ആരോരുമില്ലാത്തവരോടും ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഒരു സന്യാസ സമൂഹം രൂപീകരിക്കണമെന്ന ഉൾവിളി കേട്ട 1732 നവംബർ 9 ഞായറാഴ്ച ദിവ്യരക്ഷക സന്യാസ സഭയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ക്രൈസ്തവ വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ദൈവശാസ്ത്ര സത്യങ്ങളുടെ ചുരുളഴിക്കുന്നതിനായി 800ഓളം ഗ്രന്ഥങ്ങളിൽ നിന്നും 20,000ഓളം ഉദ്ധരണികൾ ഉൾക്കൊള്ളുന്ന സന്മാർഗശാസ്ത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. സാധാരണ ജനങ്ങൾക്ക് ശരിയായ മനസാക്ഷി രൂപീകരണത്തിനും ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും അത് സഹായകമായി. ആധികാരികവും വിശദവുമായ സന്മാർഗശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് പുറമെ ദിവ്യകാരുണ്യ സന്ദർശനം, ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും, മേരി മഹാത്മ്യം, ദിവ്യബലി തുടങ്ങിയ 111 ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു. തൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും താപസ ജീവിതത്തിൻ്റെയും ഫലമായി കഠിനമായ ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. പ്രായാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ടിലും ശാരീരിക അസ്വസ്ഥതയുടെ ഇടയിലും തൻ്റെ സഭാംഗങ്ങളെ വിശുദ്ധിയിൽ വളരുവാൻ അദ്ദേഹം സഹായിച്ചു. 1787 ഓഗസ്റ്റ് മാസം 1 ആദിയാമങ്ങളിൽ അദ്ദേഹം ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ മുഖാമുഖം കാണുവാൻ യാത്രയായി. 1839 ഗ്രെഗറി 16 മാർപ്പാപ്പ അൽഫോൺസസ് ലിഗോരിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഇത്തരുണത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ അൽഫോൻസമ്മ കന്യാസ്ത്രീയാകുന്നതിൻ്റെ ആദ്യപടിയായി 1928 ഓഗസ്റ്റ് 2 ശിരോവസ്ത്രം സ്വീകരിച്ചപ്പോൾ തലേനാൾ വിശുദ്ധ അൽഫോൺസസ് പുണ്യവാന്റെ തിരുനാൾ ദിനമായതിനാൽ ആദരപൂർവം അൽഫോൻസ എന്ന നാമമാണ് നൽകപ്പെട്ടത് എന്ന കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, ഒരു പ്രഭു കുടുംബത്തിൽ സമൃദ്ധിയുടെ മടിത്തട്ടിലേക്ക് ജനിച്ചു വീണ അൽഫോൺസസ് പുണ്യവാന്റെ ശബ്ദം കോടതി മുറികളിൽ ഇടിമുഴക്കം പോലെ അലയടിച്ചുയർന്നപ്പോൾ അത് അധർമ്മികളുടെയും അനീതി പ്രവർത്തിക്കുന്നവരുടെയും കാതുകൾക്ക് അരോചകമായി മാറിയെങ്കിൽ ആശുപത്രിയിലെ മാറാരോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും അത് സൗഖ്യത്തിൻ്റെ ശബ്ദമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഓർക്കുക, നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ദൗത്യം നിനക്കുണ്ട്. നീ അത് ചെയ്തു തീർക്കുക തന്നെ വേണം. സമൂഹത്തിൽ നടമാടുന്ന അനീതിക്കെതിരെ പോരാടുവാൻ ഇന്നെനിക്ക് സാധിക്കുന്നുണ്ടോ? തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ മടി വിചാരിക്കുന്നുണ്ടോ? നല്ലൊരു മനസ്സാക്ഷി രൂപപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? സന്മാർഗ ശാസ്ത്രത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ അൽഫോൺസസ് ലിഗോരി പുണ്യവാന്റെ മാധ്യസ്ഥം തേടി
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.